ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർത്ത് മൊഡ്യൂളാണ്. ഫോർത്ത് മൊഡ്യൂളിൽ ഫസ്റ്റ് ടോപ്പിക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫോർത്ത് മൊഡ്യൂളിൽ നിങ്ങൾക്ക് ജനറലായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്തൊക്കെ വെച്ചാൽ ബുഷ്ഡ് ബിയറിങ്, അതുപോലെ തന്നെ പ്ലംബർ ബ്ലോക്ക്, സ്റ്റഫിംഗ് ബോക്സ്, അപ്പോൾ ഇതുപോലത്തെ കുറച്ച് അസംബ്ലി ഡീറ്റെയിൽഡ് ഡ്രോയിങ് ആണ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഫിഗേഴ്സാണ്. അപ്പോൾ നമ്മൾ ഓരോ ഫിഗേഴ്സായിട്ട് ഇനി ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കാം ബുഷ്ഡ് ബിയറിങ് എന്താണെന്നുള്ളത്. ബുഷ്ഡ് ബിയറിങ് ഈസ് എ സിമ്പിൾ ഫോം ഓഫ് ജേണൽ ബിയറിങ്. എ ബുഷ്ഡ് ബിയറിങ് ഈസ് എ സോളിഡ് ടൈപ്പ് ജേണൽ ബിയറിങ് പ്രൊവൈഡഡ് വിത്ത് എ ബുഷ്. ബുഷ്ഡ് ബിയറിങ് ഫസ്റ്റ് അപ്പോൾ നമുക്ക് ജനറലായിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ബിയറിങ്സ് എന്താണെന്നോ ഏതൊക്കെ ടൈപ്പ് ഉണ്ട് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ തുടങ്ങിയിട്ട് ഇത് തുടങ്ങാം. ഓക്കെ, ബുഷ്ഡ് ബിയറിങ് പറയുന്നതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ബുഷ്ഡ് ബിയറിംഗ് നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് ബിയറിംഗ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കണം. ഓക്കെ, എല്ലാവരും കേട്ടിട്ടുണ്ടാവും ബിയറിംഗ് എന്തിനാണെന്നുള്ളത്. ജസ്റ്റ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എ ബിയറിംഗ് ഈസ് എ മെഷീൻ എലമെൻറ്റ് വിച്ച് സപ്പോർട്ട്സ് എ മൂവിങ് പാർട്ട്. ഒരു മെഷീൻ എലമെൻ്റ് ആണ്, അതുപോലെ തന്നെ അതൊരു മൂവിങ് പാർട്ടിനെ സപ്പോർട്ട് ചെയ്യും. വെൻ എ മൂവിങ് മെമ്പർ സേ ഷാഫ്റ്റ് റൊട്ടേറ്റ്സ് ഇൻ എ ബിയറിംഗ്, there will be friction and hence wear. ഒരു ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ഒരു ബിയറിങ്ങോട് കൂടിയിട്ട് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, അതിന് ഫ്രിക്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഫ്രിക്ഷൻ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, അത് വിയർ തേയ്മാനം അതിനുണ്ടാവും. ടു റെഡ്യൂസ് ദ ഫ്രിക്ഷൻ ആൻഡ് ദ വിയർ, ഓയിൽ മേ ബി അപ്ലൈഡ് ഇൻ ബിറ്റ്വീൻ ദ ബിയറിംഗ് ആൻഡ് ദി ഷാഫ്റ്റ്. അതായത് നമുക്ക് ഫ്രിക്ഷനും വിയറും കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ബിയറിങ്ങിൻ്റെയും ഷാഫ്റ്റിൻ്റെയും ഇടയിൽ നമ്മൾ ഓയിൽ പ്രൊവൈഡ് ചെയ്യും, ലൂബ്രിക്കേഷൻ പ്രൊവൈഡ് ചെയ്യും. ദി ഓയിൽ ദസ് അപ്ലൈഡ് ഈസ് കോൾഡ് ലൂബ്രിക്കൻറ്റ്. ആ അപ്ലൈ ചെയ്യുന്ന ഓയിലിനാണ് ലൂബ്രിക്കൻ്റ് എന്ന് വിളിക്കുക. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ബിയറിങ്സ് നോക്കാം. ബിയറിങ്സ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു ഗ്രൂപ്പ്സ്. ബേസിക്കായിട്ട് രണ്ട് ടൈപ്പായിട്ടാണ് ബിയറിങ്സ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ സ്ലൈഡിംഗ് കോണ്ടാക്ട് ബിയറിംഗ് ആൻഡ് റോളിംഗ് കോണ്ടാക്ട് ബിയറിംഗ് ഓർ ആൻറ്റി ഫ്രിക്ഷൻ ബിയറിംഗ്. ഇനി അതിൽ സ്ലൈഡിംഗ് കോണ്ടാക്ട് എന്ന് നോക്കാം. ഇൻ സ്ലൈഡിംഗ് കോണ്ടാക്ട് ബിയറിംഗ് ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ ഷാഫ്റ്റ് ആൻഡ് ദ ബിയറിംഗ് സർഫസ് ഈസ് ഓഫ് പ്യുവർ സ്ലൈഡിംഗ്, വൈൽ ദാറ്റ് ഇൻ റോളിംഗ് കോണ്ടാക്ട് ബിയറിംഗ് ഈസ് ഓഫ് പ്യുവർ റോളിംഗ്. അത് സ്ലൈഡിംഗ് കോണ്ടാക്ട് പറഞ്ഞാൽ ജസ്റ്റ് അതിൻ്റെ സർഫസ് നമ്മൾ എന്ത് ചെയ്യും, അത് സ്ലൈഡ് ചെയ്തിട്ട് ജസ്റ്റ് സ്ലൈഡ് ചെയ്യുക കോണ്ടാക്റ്റ് വരിക. മറ്റേതിൽ എങ്ങനെ വെച്ചാൽ റോളിംഗ് കോണ്ടാക്ട് ബിയറിംഗിൽ എന്താ വെച്ചാൽ റൊട്ടേറ്റ് ചെയ്യുക, റോളിംഗ് ടൈപ്പ് കോണ്ടാക്റ്റ് വരിക. ഓക്കെ, ഇൻ ദിസ് ചാപ്റ്റർ ദ ഡിസ്കഷൻ ഈസ് ലിമിറ്റഡ് ടു സ്ലൈഡിംഗ് കോണ്ടാക്ട് ബിയറിംഗ്. അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ സ്ലൈഡിംഗ് കോണ്ടാക്ട് ബിയറിംഗ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ജേണൽ ആൻഡ് ത്രസ്റ്റ് ബിയറിംഗ് നോക്കാം. വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ദാറ്റ് ദ ജേണൽ ബിയറിംഗ് ആൻഡ് ദ ത്രസ്റ്റ് ബിയറിംഗ് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ലൈഡിംഗ് കോണ്ടാക്ട് ബിയറിംഗ്സ് വിത്ത് റൊട്ടേഷൻ. അതായത് ഇത് രണ്ടും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ലൈഡിംഗ് കോണ്ടാക്ട് ബിയറിംഗ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജേണൽ ആൻഡ് ത്രസ്റ്റ് ബിയറിംഗ് ആർ ഡിസ്കസ്ഡ്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജേണൽ ആൻഡ് ത്രസ്റ്റ് ബിയറിംഗ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നോക്കാം ടൈപ്സ് ഓഫ് ജേണൽ ബിയറിംഗ്. ജേണൽ ഈസ് ദാറ്റ് പാർട്ട് ഓഫ് ദ ഷാഫ്റ്റ് വിച്ച് റൊട്ടേറ്റ്സ് ഇൻ ദ ബിയറിംഗ്. എ ജേണൽ ബിയറിംഗ് ടേക്സ് അപ്ലോഡ്സ് പെർപെൻഡിക്കുലർ ടു ദി ആക്സിസ് ഓഫ് ദ ഷാഫ്റ്റ്. ഫോളോവിങ് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജേണൽ ബിയറിംഗ്. നോക്കാം ഏതൊക്കെയാണ്. ഒന്ന് സോളിഡ് ടൈപ്പ് ബിയറിംഗ് ജേണൽ ബിയറിംഗ്, ബുഷ്ഡ് ടൈപ്പ്, സ്പ്ലിറ്റ് ടൈപ്പ്, ഓപ്പൺ ടൈപ്പ് ജേണൽ ബിയറിംഗ്, ഓപ്പൺ ബുഷ്ഡ് ടൈപ്പ് ജേണൽ ബിയറിംഗ്. ഓക്കെ, ഇത്രയാണ് ജേണൽ ബിയറിംഗ്. ഇനി നമുക്ക് ഓരോ ബിയറിങ്സ് കൃത്യമായിട്ട് അതിൻ്റെ അസംബ്ലി വ്യൂ അതുപോലെ തന്നെ സെക്ഷണൽ വ്യൂ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആ രീതിയിലായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. ഒരു ബുഷ്ഡ് ബിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബുഷ്ഡ് ബിയറിംഗ് ഈസ് എ സിമ്പിൾ ഫോം ഓഫ് ജേണൽ ബിയറിംഗ്. എ ബുഷ്ഡ് ബിയറിംഗ് ഈസ് എ സോളിഡ് ടൈപ്പ് ജേണൽ ബിയറിംഗ് പ്രൊവൈഡഡ് വിത്ത് ബുഷ്. അതൊരു ടൈപ്പ് ജേണൽ ബിയറിംഗ് ആണ്, അത് പ്രൊവൈഡഡ് വിത്ത് ബുഷ്. ദിസ് ബിയറിംഗ് ആസ് എ ഹൊറിസോണ്ടൽ സിലിണ്ടറിക്കൽ ഹോൾ അറ്റ് ഇറ്റ്സ് അപ്പർ സൈഡ് ആൻഡ് ആൻ എക്സ്റ്റെൻഡ് ബേസ്ഡ് കാൾഡ് സോൾ അറ്റ് ഇറ്റ്സ് ലോവർ എൻഡ്. അതിൻ്റെ ഹൊറിസോണ്ടൽ സിലിണ്ടറിക്കൽ ഹോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അതുണ്ടായിരിക്കും, ആൻഡ് അപ്പർ സൈഡിലുണ്ടായിരിക്കും. അതിൻ്റെ എക്സ്റ്റൻഷനെ ബേസ് ചെയ്തിട്ടുള്ള ആ ഭാഗത്തിന് പറയുന്നതാണ് സോള്. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് നോക്കാം. An isometric view of a bushed bearing is shown in figure.
ഡ്രോ ടു ഫുൾ സൈസ്. ലെഫ്റ്റ് ഹാഫ് സെക്ഷൻ എലിവേഷൻ ലുക്കിംഗ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എഫ് ആൻഡ് ടോപ്പ് വ്യൂ. രണ്ട് വ്യൂസാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. രണ്ട് ടൈപ്പ് വ്യൂസാണ് നമുക്ക് വരയ്ക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫിഗർ നോക്കാം. ഈ കാണുന്നതാണ് ബുഷ്ഡ് ബിയറിങ്, ഈ 3D കാണുന്നത്. ഓക്കെ, ഈ 3Dയിൽ കാണുന്നതിന് കറക്റ്റ് ഡയമെൻഷനിൽ നമുക്ക് വരയ്ക്കേണ്ടത് എലിവേഷനും വരയ്ക്കാൻ അതിൻ്റെ ടോപ്പ് വ്യൂ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ എലിവേഷനിൽ നോക്കാം. ഫസ്റ്റ് ഓയിൽ ഹോള് ബ്ലോക്ക്. എലിവേഷൻ അസംബ്ലി ഡ്രോയിങ്ങിൽ ബുഷ്ഡ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ സോൾ ബ്ലോക്ക് ഉണ്ടായിരിക്കും, ഹോൾ ഉണ്ടായിരിക്കും ബോൾട്ടിനുള്ളത്, ഓയിൽ ഹോൾ ഉണ്ടായിരിക്കും ലൂബ്രിക്കേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും കറക്റ്റായിട്ട് ഇതിൻ്റെ ഒരു ഹോള്, അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡാണ് സെക്ഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് എന്ത് ചെയ്യണം, മെറ്റീരിയലുള്ള ഭാഗം കൃത്യമായിട്ട് ആച്ച് ചെയ്യണം. അപ്പോൾ ഇതിന് ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ 125 ടോട്ടൽ. ആ 125 ലെങ്ത്തിൽ ഇത് വരയ്ക്കുക. അതുപോലെ തന്നെ ഇങ്ങോട്ടുള്ള ലെങ്ത്ത് നമുക്കറിയാം 18. ഓക്കെ, 18. നടുവിൽ ഇതിൻ്റെ സെൻട്രൽ ലൈൻ ആദ്യം വരച്ചില്ല. സെൻട്രൽ ലൈൻ വരച്ചതിന് ശേഷം അതിൻ്റെ ഹോളുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ഒന്ന് 25 ഹോൾ ഉണ്ടായിരിക്കും, ദെൻ 50 ഹോൾ ഉണ്ടായിരിക്കും പുറത്തുള്ളത്. ഓക്കെ, ദെൻ 31, 25, 31, 25, 31, 25, 31, 50 ആ ഹോളുകൾ വരയ്ക്കുക. ആ ഹോള് വരച്ചിട്ട് അതിൻ്റെ നേരെ എൻഡിലേക്ക് എന്ത് ചെയ്യുക, ഈ ഹൈറ്റ് നമ്മൾ മാർക്ക് ചെയ്യണം. ഓക്കെ, കറക്റ്റായിട്ട് ഹൈറ്റ് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ ഓയിൽ ഹോൾ ഉണ്ടാവും. ഓയിൽ ഹോളിൻ്റെ നമുക്കറിയാം 90 ഡിഗ്രിയിൽ 5 എന്നുള്ളതാണ് അതിൻ്റെ ഡയമീറ്റർ വരിക. അപ്പോൾ 90 ഡിഗ്രി ജസ്റ്റ് എന്ത് ചെയ്യുക, അതിൻ്റെ 90 ഡിഗ്രിയിൽ നമ്മൾ ഇത് കാണിച്ചു കൊടുക്കുക. ഓയിൽ ഹോൾ ജസ്റ്റ് അതൊരു അസ്യൂം ചെയ്ത് വരയ്ക്കുക. ഓക്കെ, ദെൻ നമുക്ക് ഈ 2 ഹോൾ ഇടണം. 2 ഹോളിൻ്റെ ഡയമീറ്റർ അറിയാം 12 ആണ്. ഓക്കെ, 12 പറയാം ഇതിൻ്റെ സെൻറ്ററിലേക്കുള്ള 18. അപ്പോൾ ഇവിടുന്ന് 18 ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് 12 നമ്മൾ എന്ത് ചെയ്യുക, ഹോൾ ഇടുക. അതുപോലെ തന്നെ ഈ സൈഡിലും ഇടുക 18 മാർക്ക് ചെയ്തിട്ട്. എന്നിട്ട് ലെഫ്റ്റ് സൈഡ് കൃത്യമായിട്ട് ആച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സോളിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെറ്റീരിയൽ ഉള്ള ഭാഗം ലെഫ്റ്റ് സൈഡാണ്. ഇനി ഇതിൻ്റെ ടോപ്പ് വ്യൂ വരയ്ക്കുക. നേരെ ഇത് പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കുക. പ്രൊജക്റ്റ് ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ അളവ് നമുക്കറിയാം, നേരെ പ്രൊജക്റ്റ് ചെയ്യുക. പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും 50 ആണ് ഇതിൻ്റെ ടോട്ടൽ. ഈ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2D. ഓക്കെ, അളവ് മാർക്ക് ചെയ്യുക. ഇതിൻ്റെ വിടുത്ത് എന്ന് പറഞ്ഞത് നേരെ ഇങ്ങോട്ട് ഇത് പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കുക, ഇത് പ്രൊജക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുക, ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുക. എന്തായി ആയി. പിന്നെ ഈ ഹിഡൻ ലൈൻസ് നമ്മൾ കാണിച്ചു കൊടുക്കുക. ഇതും ഇത്. ഓക്കെ, അത് രണ്ടും 5, 3. ഇത് 3 ഇതിൻ്റെ ഡയമെൻഷൻ ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12ൻ്റെ ഹോള് സെൻറ്ററിൽ കറക്റ്റ് മാർക്ക് ചെയ്യുക, 12ൽ മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ സെൻറ്ററിൽ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഇത് ഹോള് മാർക്ക് ചെയ്യുക. ഓക്കെ, 9 എന്നുള്ള, അതായത് ഓയിലിൻ്റെ ഹോൾ ഇവിടെ കാണിക്കുക. അപ്പോൾ ഇത്രയാണ് ടോപ്പ് വ്യൂവിലും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് സെക്ഷണൽ എലിവേഷൻ അതും വരച്ചു. ഇനി ഇതിൽ കൃത്യമായിട്ട് ഇതിൻ്റെ എന്ത് ചെയ്യുക, ഇതിൻ്റെ അപ്രോക്സിമേറ്റ് പ്രൊപ്പോർഷൻസ് കറക്റ്റ് ഇതിൽ മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഡയമെൻഷൻസ് കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ വ്യൂസ് കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് ടൂൾസ് ഉപയോഗിച്ചിട്ട് വരയ്ക്കുക. ഓക്കെ, താങ്ക് യു.